കൊടുക്കാം. പോലീസാണ്. പോലീസാ? ആ, പാസ്പോർട്ടിനെ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു മോള്. അതിന്റെ അന്വേഷണത്തിനാവും. ഒരു മിനിറ്റ് കേട്ടാ. ഹലോ, പുഷ്കരനല്ലേ? ആ അതെ സാറേ. ദീപ്തി നിങ്ങളുടെ മോളല്ലേ? ആ അതെ. ദീപ്തി എന്താ ചെയ്യണേ? അത് ബാംഗ്ലൂരായിരുന്നു, പഠിക്കായിരുന്നു. എന്തോ കൂട്ടുകാർ കൂടി എന്താ ബിസിനസ് ഒക്കെ തുടങ്ങണമെന്ന് പറഞ്ഞ് പരിപാടി നടക്കുന്നുണ്ട്. അപ്പൊ വിദേശത്തേക്കൊക്കെ പോകേണ്ടി വരുന്നൊക്കെ പറഞ്ഞു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ പാസ്പോർട്ട്. മോള് നന്നായിട്ട് പഠിക്കുമായിരുന്നോ? ഓ സാറേ, സ്കൂളിൽ പഠിക്കുമ്പോൾ അവളെ എല്ലാ ക്ലാസ്സിലും ഫസ്റ്റായിരുന്നു. എനിക്ക് അവള് മാത്രമുള്ള സാറേ. പുറത്തേക്കൊക്കെ പോകാന്ന് പറഞ്ഞാൽ എനിക്ക് വിഷമമാണ്. എന്നാലും പിന്നെ അവളുടെ ഭാവി നോക്കണ്ടേ. നമ്മളെല്ലാരും അങ്ങനെയാ. മക്കൾക്ക് വേണ്ടി എന്തും ചെയ്യും. പക്ഷെ അവരെ മനസ്സറിയാൻ പലർക്കും പറ്റാറില്ല. എന്താ സാറേ? ഇന്നൊരു മയക്കുമരുന്ന് കേസ് പിടിച്ചിട്ടുണ്ട്. 4 പേരെ. അതിലൊരാൾ നിങ്ങളുടെ മകളാണ്. മോൾ ഇത്തരം ലഹരി ഉപയോഗിച്ചിരുന്നതായി നിങ്ങൾക്കറിയായിരുന്നോ? അറിയില്ല സാറേ. അത് എന്റെ മകൾ തന്നെയാണോ സാറേ? ഞങ്ങൾ പോലീസുകാർ ഇതുപോലുള്ള കേസ് സ്ഥിരം കേൾക്കുന്നതാ. വീട്ടുകാരുടെ വിശ്വാസം മുതലാക്കുക എന്നുള്ളതാണ് ഈ ചെറുപ്പക്കാരൊക്കെ ചെയ്യുന്നത്. ഈ പറയുന്ന വീട്ടുകാരാണെങ്കിലോ ഇവർക്ക് സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാവുകയും ചെയ്യും. സാറേ, എനിക്ക് പഠിപ്പും ഉയരം കുറവാ. സാറ് പറഞ്ഞത് ശരിയാ. അവൻ പറഞ്ഞത് ഞാൻ വിശ്വസിച്ചു. എന്റെ മോൻ കാരണം ഇതുപോലെ എത്ര കുട്ടികൾ ഈ കെണിയിൽ പെട്ടുണ്ടാവുമല്ലേ സാറേ? സാറേ, ഒരു കുറപ്പ് വരുത്താണ്ടാണ് ഞാൻ അവളെ വളർത്തിയത്. അതാണ് ഏറ്റവും വലിയ തെറ്റ്. നിങ്ങളുടെ ചെറുപ്പകാലത്ത് അങ്ങനെയായിരുന്നോ? സാറേ, എന്റെ മകൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് തക്ക ശിക്ഷ കൊടുക്കണം. അവനെ കാണാനോ അവന് വേണ്ടി സംസാരിക്കാനോ ഞാൻ പരിശ്രമിച്ചില്ല. അതെ സാറേ, ഇനി ഒരു കാരണം ഒരു കുട്ടികൾ നശിക്കരുത്. അയൽക്കാരുടെ മക്കളെ നോക്കിയിട്ട് അവൻ അങ്ങനെയാ ഇവളിങ്ങനെയാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ മക്കള് നമ്മളെ പറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലടാ. മാഷ് പറഞ്ഞ പോലെ ചൂരൽ പ്രയോഗം സ്കൂളിൽ തിരിച്ചു വരണം. മാഷന്മാരെയും ടീച്ചർമാരെയും മുതിർന്നവരെയും പേടിച്ചും ബഹുമാനിച്ചും കുട്ടികൾ വളരണം. മക്കളെ കണ്ടും ബാമ്പു കണ്ടും കൊതിക്കരുതെന്ന് നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടില്ലേ? നമ്മൾ ശരിക്കും നമ്മുടെ വഴിക്ക് മക്കൾ വരുന്നു. അതൊക്കെ പണ്ടാടോ.